ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബ് ക്രിയയുടെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് അതിന്റെ പാസ്റ്റ് ഫോമിലുള്ള ഉപയോഗങ്ങളാണ്. നമുക്കറിയാം, വെർബിന്റെ ക്രിയയുടെ അടിസ്ഥാന 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. പാസ്റ്റ് ഫോമില് നമുക്ക് വെർബ് ബിക്ക് 2 രൂപങ്ങളുണ്ട്. ഒന്ന് വാസ്, മറ്റൊന്ന് വേർ. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഉപയോഗങ്ങളാണ്. വേറെ ഒരു വെർബിനും ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,000-ലധികം വെർബ്സ് ഉണ്ട്, ക്രിയകളുണ്ട്. വേറെ ഒരു വെർബിനും പാസ്റ്റ് ഫോമില് 2 രൂപങ്ങളില്ല. ഈ വെർബ് ബിക്ക് മാത്രമേ ഉള്ളൂ. സിംഗുലറിന് ഒരു രൂപം, പ്ലൂറലിന് വേറെ രൂപം. അർത്ഥം തന്നെയാണ്. മറ്റു വെർബ്സ് ആണെങ്കിൽ ഇപ്പൊ കം, കെയിം എന്ന് പറയും, വന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണത്. കെയിം എന്നുള്ളത് കമ്മിന്റെ പാസ്റ്റ് ഫോം ആണ്. അപ്പൊ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും കെയിം തന്നെ ഉപയോഗിക്കുള്ളൂ. ഗോ, വെന്റ്, ഗോൺ. ഗോ, വെന്റ് എന്നുള്ളതാണ് പാസ്റ്റ് ഫോം. അത് സിംഗുലറും പ്ലൂറലും അത് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഈ വെർബിന് മാത്രം വാസ് സിംഗുലർ, വേറെ പ്ലൂറല്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി എന്നുള്ളതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത ഇതാണ്: പാസ്റ്റ് ഫോമില് സിംഗുലറും പ്ലൂറലും വെവ്വേറെ ആയിട്ട് ഈ വെർബിനുണ്ട്. അപ്പൊ ഈ വാസിന്റെ അർത്ഥം എന്താണ്? ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ കാണുകയാണ്, അതിന്റെ ഉപയോഗം കാണുകയാണ്. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. ഇവിടെ നമ്മൾ ഈ ഐ ശ്രദ്ധിക്കണം. ഐ ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറയുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഐ ഇംഗ്ലീഷില് ഞാൻ, അത് ഇംഗ്ലീഷില് മിക്കപ്പോഴും പ്ലൂറലായിട്ട് ഉപയോഗിക്കുക. ചിലപ്പോ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും, ചിലപ്പോ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കും. നേരത്തെ കാണുകയുണ്ട ഐ ആം ഹാപ്പി, ആം ഉപയോഗിക്കും ഇല്ലേ? ഇവിടെ പാസ്റ്റ് ഫോമില് നമ്മൾ വാസ് ഉപയോഗിക്കുള്ളൂ. ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഐ ഉപയോഗിക്കുന്നത്. അപ്പൊ ഐയുടെ മറ്റൊരു പ്രത്യേകതയാണിത്. ഐ സിംഗുലർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പൊ ഐ പ്ലൂറലായിട്ട് ഉപയോഗിക്കില്ല. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാം. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഐ വാസ് സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരുന്നു. ഐ വാസ് കൈൻഡ്, ഞാൻ ദയയുള്ളവനായിരുന്നു. ഐ വാസ് പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരുന്നു. അതുപോലെ തന്നെ ഹി സിംഗുലർ ആണ്. ഇതെല്ലാം സിംഗുലർ ആണ്. ഹി, ഷീ, രാജു, സീത. ഇതിന് പകരം വേറെ ഏത് സിംഗുലർ വേണമെങ്കിലും ഉപയോഗിക്കാം. മൈ ഫ്രണ്ട്, യുവർ ഫ്രണ്ട്, ഹിസ് ബ്രദർ. അങ്ങനെ സിംഗുലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം, ആയിരുന്നു എന്നുള്ള അർത്ഥത്തില്. ഓക്കെ. ഹി വാസ് ഹാപ്പി, അവൻ സന്തോഷവാനായിരുന്നു. ഹി വാസ് സ്മാർട്ട്, അവൻ സ്മാർട്ട് ആയിരുന്നു. ഹി വാസ് കൈൻഡ്, അവൻ ദയുള്ളവനായിരുന്നു. ഹി വാസ് പങ്ക്ച്വൽ, അവൻ പങ്ക്ച്വൽ ആയിരുന്നു, സമയകൃത്യതയുള്ളവനായിരുന്നു. ഷീ വാസ് ഹാപ്പി, അവൾ സന്തോഷവതിയായിരുന്നു. ആ വ്യത്യാസം നോക്കണേ, സന്തോഷവതി ആയിരുന്നു. പക്ഷെ ഇംഗ്ലീഷില് ഹാപ്പി എന്ന് തന്നെ പറഞ്ഞാൽ മതി, അതിന് വ്യത്യാസം വരില്ല. നമുക്ക് മലയാളത്തിൽ സന്തോഷവാനായിരുന്നു, സന്തോഷവതിയായിരുന്നു, അങ്ങനെ മാറും ഇല്ലേ? പക്ഷെ ഇംഗ്ലീഷില് ഹാപ്പി എന്ന് തന്നെയാണ്. ഷീ വാസ് സ്മാർട്ട്, അവൾ സ്മാർട്ട് ആയിരുന്നു. ഷീ വാസ് കൈൻഡ്, അവൾ ദയുള്ളവളായിരുന്നു. ഷീ വാസ് പങ്ക്ച്വൽ, അവൾ പങ്ക്ച്വൽ ആയിരുന്നു. രാജു വാസ് ഹാപ്പി, രാജു ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ രാജു വാസ് ഹാപ്പി, രാജു സന്തോഷവാനായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ രാജുവിന് സന്തോഷമായിരുന്നു. രാജു വാസ് സ്മാർട്ട്, രാജു സ്മാർട്ട് ആയിരുന്നു. രാജു വാസ് കൈൻഡ്, രാജു ദയുള്ളവനായിരുന്നു. രാജു വാസ് പങ്ക്ച്വൽ, രാജു പങ്ക്ച്വൽ ആയിരുന്നു. സീതയും സിംഗുലർ ആണ്. സീത വാസ് ഹാപ്പി, സീത സന്തോഷമുള്ളവളായിരുന്നു. സീത വാസ് സ്മാർട്ട്, സീത സ്മാർട്ട് ആയിരുന്നു. സീത വാസ് കൈൻഡ്, സീത ദയുള്ളവളായിരുന്നു. സീത വാസ് പങ്ക്ച്വൽ, സീത പങ്ക്ച്വൽ, സമയകൃത്യതയുള്ളവളായിരുന്നു. നമ്മൾ അങ്ങനെ തർജ്ജമ ചെയ്യുന്നത്. ഈ വാക്കുകൾ റിച്ച്, പുവർ, ഏബിൾ, സാഡ്, എഫിഷ്യന്റ് നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. അതൊക്കെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിന്റെ അർത്ഥം പിടിയിട്ടില്ല. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായത്. ഐ വാസ് ഹാപ്പി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.
ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു, എനിക്ക് സന്തോഷമായിരുന്നു, അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാം. നമുക്ക് ഇത് നോക്കാം. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു അധ്യാപകനായിരുന്നു. ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ എന്ന് പറയരുത്, ഐ വാസ്, അത് ഒരുമിച്ച് പറയുന്നത്. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു അധ്യാപകനായിരുന്നു. ഐ വാസ് എ സ്റ്റുഡന്റ്, ഞാനൊരു സ്റ്റുഡന്റ് വിദ്യാർത്ഥിയായിരുന്നു. ഐ വാസ് എ കോച്ച്, ഞാനൊരു കോച്ച് ആയിരുന്നു. ഐ വാസ് ഹിസ് ഫ്രണ്ട്, ഐ വാസ് ഹിസ് ഫ്രണ്ട്, ഞാൻ അവന്റെ ഫ്രണ്ട് ആയിരുന്നു. ഐ വാസ് ഹിസ് ടീച്ചർ, ഞാൻ അവന്റെ അധ്യാപകനായിരുന്നു. അങ്ങനെയെല്ലാം മറ്റു വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ശീലിക്കണം. ഹി വാസ് എ ടീച്ചർ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഹി വാസ് എ സ്റ്റുഡന്റ്, അദ്ദേഹം അല്ലെങ്കിൽ അവൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഹി വാസ് എ കോച്ച്, അദ്ദേഹം ഒരു കോച്ചായിരുന്നു. അയാൾ ഒരു കോച്ചായിരുന്നു. ഹീക്ക് നമുക്കറിയാം അവൻ, അയാൾ, അദ്ദേഹം, അതൊക്കെ ഹി എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഷീ വാസ് എ ടീച്ചർ, അവൾ ഒരു അധ്യാപിക ആയിരുന്നു. ഷീ വാസ് എ സ്റ്റുഡന്റ്, അവൾ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ഷീ വാസ് എ കോച്ച്, അവൾ ഒരു കോച്ച് ആയിരുന്നു. അതുപോലെ രാജു വാസ് എ ടീച്ചർ, രാജു ഒരു അധ്യാപകനായിരുന്നു. രാജു വാസ് എ സ്റ്റുഡന്റ്, രാജു ഒരു വിദ്യാർത്ഥിയായിരുന്നു. രാജു വാസ് എ കോച്ച്, രാജു ഒരു കോച്ച് ആയിരുന്നു. സീത വാസ് എ ടീച്ചർ, സീത ഒരു അധ്യാപിക ആയിരുന്നു. സീത വാസ് എ സ്റ്റുഡന്റ്, സീത ഒരു വിദ്യാർത്ഥിയായിരുന്നു. സീത വാസ് എ കോച്ച്, സീത ഒരു കോച്ച് ആയിരുന്നു. സീത വാസ് മൈ ഫ്രണ്ട്, സീത എന്റെ ഫ്രണ്ട് ആയിരുന്നു. സീത വാസ് ഹിസ് ടീച്ചർ, സീത അവന്റെ അധ്യാപിക ആയിരുന്നു. അങ്ങനെയൊക്കെ മറ്റു വാക്കുകൾ വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത് വാസിന്റെ ഉപയോഗം. ആയിരുന്നു പാസ്റ്റ് ഫോമിലെ സിംഗുലറിന്റെ ഉപയോഗമാണ് നമ്മൾ അതിലെ ആദ്യത്തെ വാചകമാണ് നമ്മൾ കണ്ടത്. ഐ വാസ് ഹാപ്പി. ഓക്കെ, ഇനി 3 വാചകങ്ങൾ കൂടിയുണ്ട് നമുക്ക് കാണാൻ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കണ്ടെത്തി, ആദ്യം ഒരാൾ മലയാളം പറയുന്നു, മലയാളത്തിന്റെ ഇംഗ്ലീഷ് പറയുന്നു. ഞാൻ സന്തോഷവാനായിരുന്നു, ഐ വാസ് ഹാപ്പി. ഞാൻ സന്തോഷവാനായിരുന്നു, ഐ വാസ് ഹാപ്പി. ഐ വാസ്, അങ്ങനെ ഒരുമിച്ച് പറഞ്ഞ് ശീലിക്കണം. വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, എല്ലാ ക്ലാസ്സിലും അവസാനം നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും നിങ്ങൾ പഠിക്കണം. ആ ഫോംസ് പ്രധാനപ്പെട്ട അത് പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും.
അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് വെർബിന്റെ ലിസ്റ്റുകളിൽ 4ാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത്. 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണെന്ന് നമുക്കറിയാം. ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഉച്ചാരണം, സ്പെല്ലിങ്, അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്, ഷൂട്ട്, ഷോട്ട്, ഷോട്ട്, സിറ്റ്, സാറ്റ്, സാറ്റ്, സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്, ഷൈൻ, ഷോൺ, ഷോൺ, win, won, won, stand, stood, stood, understand, understood, understood. അപ്പൊ ഈ വെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനിയുള്ള വെർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും, അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും. എന്തിനോട് കൂടെ? പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ. അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ആ വെർബ്സ് ഒന്ന് വായിക്കുകയാണ്. Announce, announced, announced, fear, feared, feared, obey, obeyed, obeyed, love, loved, loved, laugh, laughed, laughed, lie, lied, lied, live, lived, lived, ignore, ignored, ignored, improve, improved, improved, knock, knocked, knocked, offer, offered, offered, play, played, played, pray, prayed, prayed, prove, proved, proved, protect, protected, protected, punish, punished, punished, receive, received, received, save, saved, saved, smile, smiled, smiled, walk, walked, walked. അപ്പൊ ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. അപ്പൊ ഈ വെർബുകൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അർത്ഥം മറക്കാതെ പഠിക്കണം. ഓക്കെ.